റമളാനില് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന ഫീലുള്ള ഒരു ഉമ്മമാരാണോ നിങ്ങള്? അതായത് പ്രത്യേകിച്ച് കൊച്ചു മക്കളുള്ള ഉമ്മമാരാകുമ്പോൾ നമ്മളൊന്ന് ഖുർആൻ ഓതാനിരിക്കുമ്പോൾ നന്നായിട്ട് ഓതാൻ കഴിയില്ല. അല്ലെങ്കിൽ നമസ്കരിക്കുമ്പോൾ സുന്നത്ത് ചിലപ്പോൾ നമസ്കരിക്കാൻ സാധിക്കില്ല. ഫർള് മാത്രം നമസ്കരിച്ചിട്ട് നമുക്ക് നിർത്തേണ്ടി വരും. കുഞ്ഞുങ്ങളുടെ ബഹളം കാരണം അല്ലെങ്കിൽ അവർക്ക് അറ്റൻഷന് വേണ്ടിയിട്ട് അവർ കരയുന്നുണ്ടാവും. അപ്പം ഈ ഒരു റമളാൻ അയ്യോ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ മക്കളെ കാരണം എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മളുടെ ഇതിനകത്ത് ഉള്ളിലുണ്ടാവും ഈ റമളാൻ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്, നമ്മൾ ഒന്നും പെർഫെക്റ്റ് ആക്കേണ്ട കാര്യമില്ല. പടച്ചവൻ തന്നെയാണ് നമ്മളെ മക്കളെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് നമ്മൾ നല്ല രീതിയിൽ നിർവഹിക്കുക. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ പ്രസന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മക്കളും നമ്മളുടെ ഭാഗമാണ്. ആ മക്കളെ നോക്കുമ്പോഴും എനിക്ക് പടച്ചവനിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ കൊണ്ടുവന്നാൽ മാത്രം മതി നിങ്ങൾക്ക് ആ റമളാൻ അല്ലെങ്കിൽ ആ ഒരു നോമ്പ് നല്ല രീതിയിൽ നോറ്റതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ക്ഷീണിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആ ക്ഷീണം നമ്മൾ വിചാരിക്കും നമ്മുടെ ഈമാന്റെ കുറവ് കൊണ്ടാണ് എന്ന് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ തോന്നാം. പക്ഷേ അതങ്ങനെയല്ല. ആ ഈമാന്റെ കുറവുകൾ കൊണ്ടല്ല, പടച്ചവന് നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മളെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണെങ്കിലും അതൊരു ഇബാദത്തായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. നമുക്ക് അതിനുള്ള പ്രതിഫലം നമുക്ക് ഉണ്ടായിരിക്കുന്നത്.